നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിൽ ഭൂവിഷയത്തിൽ CPM-ഉം CPI-യും തമ്മിലുള്ള രാഷ്ട്രീയ വാക്പോര് മുറുകുന്നു. ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാനകൾ ഓടിച്ചതിനെ തുടർന്ന് യുവാവ് പ്രാണരക്ഷാർത്ഥം ഓടി മരത്തിന് മുകളിൽ കയറി. 1.5 മണിക്കൂറോളം യുവാവ് മരത്തിന്റെ മുകളിൽ ഇരുന്ന ശേഷമാണ് കാട്ടാനകൾ പിന്തിരിഞ്ഞു പോയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രദ്ധ 2022 പ്രോഗ്രാം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെസി ജോണി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കുളമാവിന് സമീപം പ്രധാന പാതയിൽ ടാർ ഒഴുക്കിയതായി പരാതി. വെങ്ങല്ലൂർ മുനിസിപ്പൽ UP സ്കൂളിൽ രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് എടുത്തു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ ഭൂവിഷയത്തിൽ CPM-ഉം CPI-യും തമ്മിലുള്ള രാഷ്ട്രീയ വാക്പോര് മുറുകുന്നു. കഴിഞ്ഞ ദിവസം വട്ടവടയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ഉടുമ്പൻചോല MLA MM മണി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ CPI-യെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനെതിരെ CPI ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നതോടെ മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ വാക്പോര് രൂക്ഷമായിരിക്കുകയാണ്. പട്ടയ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുന്നണികൾ പരസ്പരം പഴിചാരുന്ന സാഹചര്യമാണ് നിലവിൽ ജില്ലയിലുള്ളത്. ഭൂവിഷയത്തിൽ CPI-യെ വിമർശിച്ചുകൊണ്ട് CPM നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് മറുപടിയുമായി CPI ജില്ലാ സെക്രട്ടറിയും രംഗത്തെത്തി. പട്ടയ വിഷയത്തിൽ CPI ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിൽ പട്ടയം നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുൻകൈയെടുത്ത പാർട്ടി CPI ആണ്. CPIയുടെ മന്ത്രിമാർ അടങ്ങുന്ന സർക്കാർ മാത്രമാണ് കേരളത്തിൽ കൃഷിക്കാരന് പട്ടയം നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചതെന്നും CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ പറഞ്ഞു. ചിന്നക്കനാൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സഹോദര പ്രസ്ഥാനമായ CPM-ന്റെ ജില്ലയിലെ പ്രമുഖനായ നേതാവ് അടക്കമുള്ളവര് നമ്മുടെ നാട്ടിൽ കൂടെ നടന്നു പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പട്ടയ വിഷയത്തിൽ CPI-യെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് CPI ആണ് കൃഷിക്കാരന്റെ ഭൂമിയുടെ പട്ടയം കൊടുക്കുന്നതിന് തടസ്സമായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രതിഷേധങ്ങളും യോഗങ്ങളും നമ്മുടെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. CPI കയ്യേറ്റക്കാരന്റെ പാർട്ടിയല്ല, കയ്യേറിയ ഭൂമി വിറ്റ് കോടികൾ ഉണ്ടാക്കുന്നവന്റെ പാർട്ടിയുമല്ല. കയ്യേറ്റക്കാരനെ ഒഴിപ്പിച്ച അർഹതപ്പെട്ടവന് ഭൂമി നൽകുന്ന പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വിവിധ സംഘടനകൾ രംഗത്തെത്തിയതോടെ മുന്നണിയിലെ വാക്പോരും പരസ്പരമുള്ള പഴിചാരലും ഇനിയും രൂക്ഷമാകും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. നെടുങ്കണ്ടം NCC 33K ബറ്റാലിയൻ ലയൺസ് ക്ലബ് ഓഫ് നെടുങ്കണ്ടം ഗ്രേറ്ററും ചേർന്ന് തൊടുപുഴ IMA ബ്ലഡ് ബാങ്കിൽ വെച്ച് മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതിൽ 50 കുട്ടികൾ രക്തദാനം ചെയ്തു. ക്യാബിനറ്റ് മെമ്പർ ലയൺസ് ക്ലബ് ബിനോയ് ചാക്കോ, സജി വടക്കേൽ എന്നിവർ നേതൃത്വം നൽകി. IMA സെക്രട്ടറി ഡോക്ടർ K സുദർശൻ ക്ലാസ് നയിച്ചു. 33K ബറ്റാലിയൻ NCC നെടുങ്കണ്ടം ലയൺസ് ക്ലബ് ഓഫ് നെടുങ്കണ്ടം ഗ്രേറ്ററും ചേർന്ന് തൊടുപുഴ IMA ബ്ലഡ് ബാങ്കിൽ വെച്ച് മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതിൽ 50 കുട്ടികൾ രക്തദാനം ചെയ്തു. രക്തദാനത്തിന്റെ ആവശ്യകത കുട്ടികളിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് രുധിരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലയൺസ് ഇന്റർനാഷണൽ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാബിനറ്റ് മെമ്പർ ബിനോയ് ചാക്കോ, സജി വടക്കൽ എന്നിവർ നേതൃത്വം നൽകി. IMA സെക്രട്ടറി ഡോക്ടർ K സുദർശൻ ക്ലാസ് നയിച്ചു. ഈ വർഷം ലയൺസ് ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ രുദ്രം എന്നാണ്. അതായത് ചാലക്കുടി മുതൽ ആലപ്പുഴ വരെയുള്ള 3 ഡിസ്ട്രിക്റ്റ് കവർ ചെയ്ത് ഏതാണ്ട് ഒരു 3500ഓളം സാമ്പിൾ ഓഫ് രക്തം പരിയെടുത്ത് അത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി വിതരണം ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ. അതിൻ്റെ തുടക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബഹുമാന്യനും ആദരണീയമായ നെടുങ്കണ്ടം ഗ്രേറ്റിലെ അതിഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളേവരും സഹോദരന്മാർക്ക് സ്വന്തം സഹോദരനെ സഹായിക്കുന്ന മാതിരി രക്തം നൽകിക്കൊണ്ട് 4 ജീവനുകളെയായിരിക്കും ഒരാൾ രക്തം കൊടുത്തു കഴിഞ്ഞാൽ. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും രക്തം കൊടുക്കുന്നത് ഒരു കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമാണ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. കാലഘട്ടം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ രക്തത്തിൻ്റെ തന്നെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് മാറ്റുകയാണ്. അതായത് RBC, അതായത് ആ ചുവന്ന നിറത്തിൽ കാണുന്നത്, ആ ഞോളമാതിരി കാണുന്ന പ്ലാസ്മ,
പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പുള്ളി വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പനി അങ്ങനത്തെ സാധനങ്ങൾ, ഡെങ്കിപ്പനി മുതലായ വരികയാണെങ്കിൽ നമുക്ക് പ്ലാസ്മ മാത്രം കൊടുത്താൽ, എന്നാൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കളായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീനും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതാണ്ട് 18 വർഷമായി തൊടുപുഴ IMA നടത്തുന്നതാണ് ഈ ബ്ലഡ് ബാങ്ക്. NCC ഓഫീസർമാരായ ഹവിൽദാർ ഗിരീഷ്, സുബിദാർ മനോജ് റാവത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാനകൾ ഓടിച്ചതിനെ തുടർന്ന് യുവാവ് പ്രാണരക്ഷാർത്ഥം ഓടി മരത്തിന് മുകളിൽ കയറി. 1.5 മണിക്കൂറോളം യുവാവ് മരത്തിന് മുകളിൽ ഇരുന്ന ശേഷമാണ് കാട്ടാനകൾ പിന്തിരിഞ്ഞു പോയത്. നാട്ടുകാരും വനംവകുപ്പ് വാച്ചർമാരും സ്ഥലത്തെത്തി കാട്ടാനകളെ ഓടിച്ചു. കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് യുവാവ്. ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാനകൾ ഓടിച്ചതിനെ തുടർന്ന് യുവാവ് പ്രാണരക്ഷാർത്ഥം ഓടി മരത്തിന് മുകളിൽ കയറി. 1.5 മണിക്കൂറോളം യുവാവ് മരത്തിന് മുകളിൽ ഇരുന്ന ശേഷമാണ് കാട്ടാനകൾ പിന്തിരിഞ്ഞ് പോയത്. ചിന്നക്കനാൽ 301 കോളനിയിൽ റോഡിലൂടെ നടന്നു വന്ന യുവാവാണ് കാട്ടാനകൾക്ക് മുന്നിൽ അകപ്പെട്ടത്. ആന മരച്ചുവട്ടിൽ നിലയുറപ്പിച്ചതോടെ പ്രദേശവാസികളും വനം വകുപ്പ് വാച്ചർമാരും എത്തുകയും ആനയെ തുരത്തുകയും ചെയ്തു. കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് യുവാവ്. തൊട്ട് താഴെ താമസിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കയറി വന്ന് ഇപ്പോൾ ആനയാണെന്നുകൊണ്ട് കയറി വന്ന് ഇപ്പോൾ ആനയെ നോക്കി ആന ഓടി വരുമായിരുന്നു. ആന ഓടി വന്ന് ഇപ്പോൾ ഞാൻ ഓടി. എത്ര ആനയുണ്ടായിരുന്നു? 2-3 ഉണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതാണ് ഓടി അടുത്തേക്ക് വന്ന് ഇപ്പോൾ പെട്ടെന്ന് മരത്തേക്ക് കയറേണ്ട വന്നു. മരത്തേക്ക് കയറി നിൽക്കുമായിരുന്നു. 1.5 മണിക്കൂർ ഞാൻ മരത്തേക്ക് കയറി ഇരുന്നു. അന്നേരം പിന്നെ വാച്ചർമാരും നമ്മുടെ നാട്ടുകാരെല്ലാം കൂടി വന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ഓടിച്ചതിന് ശേഷമാണ് ഞാൻ മരത്തിൽ നിന്ന് ഇറങ്ങി. വീട് അടുത്താണോ? വീടെന്ന് പറയാൻ വേറെ വീടൊന്നുമില്ല. എനിക്ക് ഇവിടെ താഴെ ഞങ്ങൾ വെച്ചിട്ട് സ്ഥലമേ ഉള്ളൂ. അവിടെ ചെറിയ ഷെഡൊക്കെ വെച്ച് താഴെ കിടക്കുന്നു. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടാനശല്യം രൂക്ഷമാണ്. വിഷയത്തിൽ വനംവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രദ്ധ 2022 പ്രോഗ്രാം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെസി ജോണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സനു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO PA നസീർ മുഖ്യപ്രഭാഷണം നടത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രദ്ധ 2022 പ്രോഗ്രാം നടത്തി. മയക്കുമരുന്നിനെതിരെയും ഗതാഗത നിയമ ലംഘനങ്ങളെക്കുറിച്ചും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അറിവ് നൽകുന്നതിനാണ് ശ്രദ്ധ പ്രോഗ്രാം നടത്തിവരുന്നത്. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെസി ജോണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സന്നു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO PA നസീർ മുഖ്യപ്രഭാഷണം നടത്തി. 100% ഫുള്ളായിട്ട് കമ്പ്യൂട്ടർവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിയമലംഘനങ്ങൾ പോലും ഓൺലൈനായിട്ട് കേസ് ബുക്ക് ചെയ്ത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഫൈനുകളും അതോടൊപ്പം തന്നെ ലൈസൻസും RC ബുക്കും സസ്പെൻഷൻ തുടങ്ങിയ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ നിന്ന് വളർന്നു വരുന്ന ഈ കുരുന്നുകൾ അറിഞ്ഞിരിക്കണം. 18 വയസ്സ് പൂർത്തിയായാലേ ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ അറിഞ്ഞിരിക്കേണ്ടതും അത് പാലിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരായ നമ്മൾ 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടുകയുള്ളൂ. ആ കുട്ടികൾക്ക് മാത്രമേ വാഹനവുമായി റോഡിലിറങ്ങാൻ നിയമപരമായ സംരക്ഷണം ഉള്ളൂ എന്നുള്ള കാര്യം പല മാതാപിതാക്കൾക്കും ഇന്ന് അറിയുന്നില്ല. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ, ഹെഡ്മാസ്റ്റർ ഫാദർ പോൾ എടത്തൊട്ടി, PTA പ്രസിഡന്റ് റൂബി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു.
അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TJ അജയൻ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ജിജി ജോർജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിനോയ് ആന്റണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. സംഗീത വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച RLV മനോജ് പത്മനാഭൻ ഈ വർഷവും വിദ്യാരംഭത്തോടനുബന്ധിച്ച് കുട്ടികളുടെ സംഗീത വിദ്യാരംഭത്തിനുള്ള ഒരുക്കത്തിലാണ്. തൊടുപുഴ കാർഡ്സിന് സമീപമാണ് സ്വാതി സംഗീത കലാലയം പ്രവർത്തിക്കുന്നത്. ഇതേക്കുറിച്ചൊരു റിപ്പോർട്ട്. സംഗീത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ് RLV മനോജ് പത്മനാഭൻ. തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ നിന്നും 1988 ഗാനഭൂഷണം പാസായ മനോജ് പത്മനാഭൻ 1991 മുതൽ തൊടുപുഴയിൽ സ്വാതി സംഗീത കലാലയം നടത്തിവരുന്നു. അന്നു മുതൽ കുട്ടികളുടെ സംഗീത കച്ചേരികൾ, അരങ്ങേറ്റം, വിദ്യാരംഭം തുടങ്ങിയവ തുടർച്ചയായി എല്ലാ വർഷവും നടത്തിവരുന്നു. തൊടുപുഴ കാർഡ്സിന് സമീപം ചേർക്കോട്ട് ഒപ്റ്റിക്കൽസിന് മുകളിലാണ് ഇപ്പോൾ സ്വാതി സംഗീത കലാലയം പ്രവർത്തിക്കുന്നത്. ഒക്ടോബർ 5 വിജയദശമി ദിവസം രാവിലെ 9 മുതൽ കുട്ടികൾ സംഗീത വിദ്യാരംഭം നടത്തും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 3 മണി മുതൽ സംഗീത വിജ്ഞാന ശിബിരം ആരംഭിക്കുന്നു. സംഗീത വിദ്യാർത്ഥികൾക്ക് ശബ്ദ പരിശീലനത്തിന്റെ ഭാഗമായി വിവിധ വോയിസ് ട്രെയിനിങ്ങും നൽകി വരുന്നു. ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും വ്യത്യസ്ത രീതിയിൽ പാടുവാനുള്ള പ്രത്യേക തരം ട്രെയിനിങ് മനോജ് പത്മനാഭന് മാത്രമുള്ള പ്രത്യേകതയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം ബാച്ചുകൾ വിദ്യാരംഭ ദിവസം മുതൽ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നാമകോടി ഗുണം ജപം, ജപകോടി ഗുണം ധ്യാനം, ധ്യാനകോടി ഗുണം ലയം, ലയകോടി ഗുണം ഗാനം. ഒരു ഗാനം ആലപിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുന്നത് ജന്മജന്മാന്തര പുണ്യമാണ്. നിങ്ങളിലുള്ള ആ ആസ്വാദനത്തെ നല്ല രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരുവാൻ സ്വാതി സംഗീത കലാലയം പ്രതിജ്ഞാബദ്ധമാണ്. ഈ വരുന്ന ഒക്ടോബർ 5 തീയതി ബുധനാഴ്ച വിജയദശമി ദിവസം രാവിലെ 9 മണിക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്വാതി സംഗീത കലാലയത്തിൽ വിദ്യ ആരംഭിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നതാണ്. കൂടാതെ മ്യൂസിക് തെറാപ്പി എന്ന് വെച്ചാൽ രാഗങ്ങൾ, സംഗീതത്തിലെ വിവിധ രാഗങ്ങൾ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തെയും വിവിധ ടെൻഷനുകളെയും രോഗങ്ങളെയും ഒരു പരിധിവരെ മാറ്റുന്നതിന് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഗീത വിജ്ഞാന ശിബിരവും ആരംഭിക്കുകയാണ്. സംഗീതത്തെക്കുറിച്ച് പൊതുവായൊരു വിജ്ഞാനവും എല്ലാ ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് സൗജന്യമായി സ്വാതിയിൽ അറേഞ്ച് ചെയ്യുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ബാംഗ്ലൂർ ആശ്രമത്തിലെ സുമേന സന്ധ്യ ഗായകനും കൂടിയായ മനോജ് അന്താരാഷ്ട്ര തലത്തിൽ ഓൺലൈനായി മ്യൂസിക് തെറാപ്പിയും സംഗീത വിജ്ഞാന ശിബിരവും സംഗീത ക്ലാസുകളും നടത്തിവരുന്നു. ഭക്തിഗാന കാസറ്റ്, ആൽബം മുതലായവയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. മനോജ് സ്വന്തമായി രചിച്ച് ആലപിക്കുന്ന കീർത്തനങ്ങളും രചിച്ചിട്ടുണ്ട്. അഭീഷ്ടവരദ ശ്രീ മഹാ ഗണപതേ അഗമവേദ ദന്തരഹിതപതേ അഭീഷ്ടവരദ ശ്രീ മഹാ ഗണപതേ എൻ്റെ ഒരു സംഗീത പഠന രീതിയിലെ ഒരു പ്രത്യേകത, ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും വ്യത്യസ്ത രീതിയിൽ ഉള്ള അഭ്യാസനമാണ്. ശാസ്ത്രീയം നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാൾ ലളിത സംഗീതം പാടുമ്പോൾ അതിൻ്റേതായ ഒരു ഏറ്റക്കുറച്ചിൽ കാണും. അപ്പോൾ ഈ രണ്ട് സംഗീത ശൈലിക്കും വ്യത്യസ്തമായ ആലാപനവും പ്രാക്ടീസുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ സ്വമേധയെ കണ്ടെത്തിയതാണ്. അതുപോലെ ശബ്ദത്തിൻ്റെ പോരായ്മകൾ, ശബ്ദത്തിന് ടോപ്പ്, ബേസ്, നാദക്കുറവ്, ഗെയിൻ കുറവ്, എല്ലാം വ്യത്യസ്ത രീതിയിലുള്ള എക്സസൈസുകൾ സ്വാതി സംഗീത കലാലയത്തിൽ സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. മനസ്സിൻ്റെ ഒരു ഉണർവിനായി ഉപയോഗിക്കുന്ന രാഗമാണ് ഹംസധ്വനി. സരിഗ പനി സരിഗ ഗപഗരി സനി സനി പഗ ഗരി ധനി പനി ധരി ഗ പഗരി ഗ പനി ധരി ഗ പഗ ഗരി രി സനി പസനി സനി പനി പഗ പഗരി ഗരി സനി പ. ഐഡിയ സ്റ്റാർ സിംഗർ, ഗന്ധർവ സംഗീതം, മാമ്പഴം തുടങ്ങിയ TV ചാനൽ പ്രോഗ്രാമുകളിൽ ധാരാളം കുട്ടികൾ ഇദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. ചന്ദ്രമന നാരായണൻ നമ്പൂതിരി, അറക്കുളം ദേവരാജൻ, താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി, മാവേലിക്കര സുബ്രഹ്മണ്യൻ, പൊൻകുന്നൻ രാമചന്ദ്രൻ,
മാലിനി ഹരിഹരൻ തുടങ്ങിയ ധാരാളം സംഗീത ആചാര്യന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചിട്ടുള്ള മനോജ് ഓൾ ഇന്ത്യ റേഡിയോ തൃശ്ശൂരിലെ സ്ഥിരം പ്രോഗ്രാമറുമാണ്. വിവിധ ഭക്തിഗാന കാസറ്റുകളിൽ പാടുകയും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള വീട്ടിൽ സ്വന്തമായി മ്യൂസിക് സ്റ്റുഡിയോയും വോയിസ് ട്രെയിനിങ്ങും നൽകി വരുന്നു. 35 വർഷത്തെ സംഗീത അധ്യാപന രംഗത്തെ സേവന പരിചയമുള്ളയാളാണ് മനോജ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ കുളമാവിന് സമീപം പ്രധാന പാതയിൽ ടാർ ഒഴുക്കിയതായി പരാതി. സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന് വന്ന കമ്പനിയിലെ വാഹനത്തിൽ നിന്നുമാണ് കിലോമീറ്ററോളം ദൂരം റോഡിലൂടെ ടാർ ഒഴുക്കിയത്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ പാറമട മുതൽ വൈശാലി വലിയമാവ് വരെയുള്ള ഭാഗം ടാർ ചെയ്യുവാൻ എത്തിയ മൂവാറ്റുപുഴ സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള വാഹനങ്ങളിൽ നിന്നും ആണ് ടാർ റോഡിലേക്ക് പടർന്നത്. കിലോമീറ്ററോളം ദൂരം ടാർ റോഡിലേക്ക് ഒഴുകി. ഒടുവിൽ കുളമാവ് ഡാമിന് സമീപം മുത്തിയുരുണ്ടയാറിലെ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് വാഹനം തടഞ്ഞു നിർത്തി പോലീസിൽ അറിയിക്കുകയായിരുന്നു. വൈശാലി ടാറിങ് തുടങ്ങിയായിരുന്നു. അവിടെ ഇവര് നമ്മുടെ ഈ ടാർ മിശ്രിതം വൈശാലി മുതൽ മുത്തിയുരുണ്ടയാർ വരെ, ഇത് മുത്തിയുരുണ്ട ജംഗ്ഷനിലാണ്, അവരൊരു വണ്ടി വന്ന് നിർത്തിയിട്ട് ഈ ജംഗ്ഷൻ മൊത്തം അവരുടെ ടാർ മിശ്രിതം ഇവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതായത് പാറമട വൈശാലി മുതൽ 4 കിലോമീറ്റർ ഈ സാധനം വന്ന് ഇവിടെ വീണ് കിടക്കുകയാണ്. അതിത് ചോദ്യം ചെയ്യുമ്പോൾ നമ്മളോട് അതിൻ്റെ കോൺട്രാക്ടർ നമ്മൾ എതിർക്കുക, നിങ്ങൾക്ക് കേസുണ്ട് പോലീസ് പറയാനാണ് പറയുന്നത്. ഈ സാധനം ഈ നടുറോട്ടിൽ ഒഴിച്ചിട്ട് മുത്തിയുള്ള ജംഗ്ഷനിൽ ഒഴിച്ചിട്ട് ആ പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ മാറ്റാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. കരാറുകാരുമായി വിഷയം സംസാരിച്ചപ്പോൾ നാട്ടുകാർക്ക് നേരെ ഇയാൾ ക്ഷുഭിതനാവുകയായിരുന്നു. ഒടുവിൽ നാട്ടുകാർ കുളമാവ് പോലീസിൽ വിവരം അറിയിച്ചു. പാറമട വൈശാലി വലിയമാവ് റോഡ് നിർമ്മാണത്തിനെതിരെ വ്യാപക പരാതികൾ നിലനിൽക്കുമ്പോൾ ആണ് ഇതേ റോഡ് നിർമ്മാണത്തിന് എത്തിയ കരാറുകാരുടെ വാഹനത്തിൽ നിന്നും ടാർ റോഡിലേക്ക് ഒഴുകിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വെങ്ങല്ലൂർ മുനിസിപ്പൽ UP സ്കൂളിൽ രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് KK ഷിംനാസ്, വൈസ് പ്രസിഡന്റുമാരായ KK രമേശൻ, EH ഫൈസൽ, ഹെഡ്മാസ്റ്റർ VM ഫിലിപ്പച്ചൻ, CK ഹസ്നാർ, മിനി കുര്യൻ, സ്വപ്ന ഓസ്റ്റിൻ, VK ജിജിമോൾ, KK മഞ്ജുഷ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇക്കായുടെ വൈഫ് എന്തൊരു സ്നേഹിക്കണം, 100% ഇവിടെ ഉണ്ടെങ്കിൽ കേട്ടോട്ടോ. ഞങ്ങൾ ആണുങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഭാര്യമാര് 100% സ്നേഹിക്കണമെന്നാണ്. അപ്പൊ തിരിച്ചു ഇവരോട് നമുക്ക് ചോദിക്കാം, പറ നിങ്ങൾക്ക് എന്തോരം സ്നേഹിക്കണം നിങ്ങളുടെ ഭർത്താക്കന്മാര്? 100% അവർക്ക് അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കള് നമ്മളെ എന്തോരം സ്നേഹിക്കണം? 100% അല്ലേ? എന്തോരം ഭക്ഷണം കഴിക്കണം മക്കളെ? വയറ് നിറച്ചല്ലേ, കുഴിമന്തിയും കഴിച്ച് അൽഫാമും കഴിച്ചിട്ട് ഒരു ഐസ്ക്രീം കൂടെ കുടിക്കണം നോക്കല്ലേ? യെസ്, നമുക്ക് 100% മാർക്ക് വേണം. നമ്മുടെ മക്കൾ നമ്മളെ 100% സ്നേഹിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ 100% സ്നേഹിക്കണം. നമ്മുടെ ഭർത്താവ് നമ്മളെ 100% സ്നേഹിക്കണം. ഭാര്യ 100% സ്നേഹിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മുടെ ടീച്ചേഴ്സ് 100% പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് 100% മാർക്ക് വേണം. ഒറ്റ ഒരു ചോദ്യം, എല്ലാം നിങ്ങൾ 100 പറഞ്ഞേ. റെഡിയാണല്ലോ? ഒറ്റ ചോദ്യം, ഇവിടെ ഇരിക്കുന്ന മക്കളും പേരൻസ് ഉൾപ്പെടെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ 100% സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളവർക്ക് കൈവക്കും. 100% സ്നേഹിച്ചിട്ടുള്ള മാതാപിതാക്കളെ സ്നേഹിച്ചിട്ടുള്ളവർ കൈവക്കും. ചിലര് പകുതിയായിട്ടോ സ്നേഹിച്ചിട്ടുള്ളൂ, പകുതിയെ പൊക്കിയിട്ടുള്ളൂ. ബ്ലൗസിന്റെ കൈ പിടിക്കാത്തവർക്കൊക്കെ പൊക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, കൈ താത്താറായിട്ടില്ല, ഞാൻ പറയുന്നത് താത്തിയതി. ഈ 100% എന്ന് പറയുന്നത് 99.99 അല്ല. അതായത് 100 എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കണം. 99.99 100 അല്ല. അതായത് നിങ്ങളുടെ അച്ഛനെ അമ്മയെ 100% സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയെ അറിയാത്ത ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ അച്ഛനമ്മമാരോട് ദേഷ്യം തോന്നാൻ പാടില്ല. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ താത്തിക്കും. അച്ഛനമ്മയെ അറിയാത്ത ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മോളിൽ ഒരാളിരിപ്പുണ്ട്, അടുത്തിരിക്കുന്ന ആളെ കാണിക്കാൻ വേണ്ടി വെക്കേണ്ട, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിനോട് ചോദിച്ചുകൊണ്ട് കൈ താത്തിയിടാം. താത്തണം എന്നുള്ളവർക്ക് മോളിലിരിക്കുന്ന ആളെ ബോധ്യപ്പെടുത്താം. പക്ഷെ അടുത്തിരിക്കുന്ന ആളെ ബോധ്യപ്പെടുത്താനോ എന്നെ ബോധ്യപ്പെടുത്താനോ കൈ പൊക്കി പിടിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, താത്തിട്ടല്ലേ? ഇതിൽ കൈ പൊക്കി പിടിക്കാത്ത കുറെ ആളുകളും കൈ പൊക്കി പിടിച്ചിട്ട് കൈ താത്തിയിട്ട കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര കൈ അടി. ഇതൊന്നും പറയാം. ഈ കയ്യടി എന്തിനാന്ന് വെച്ചാൽ കൈ പൊക്കി പിടിച്ചവരുടെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ അജി അരവിന്ദനും 100% ആകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അവരുടെ പ്രവൃത്തികളിൽ അവർ വിളിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്.
ചില സമയങ്ങളിലൊക്കെ 100% അഭിനയിക്കും. വൈക്കോൽ ഉപയോഗിച്ച് മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കുകയാണ് ഇടുക്കി രാജകുമാരി സ്വദേശി അമ്പഴച്ചാലിൽ ബിജു ഐസക്. വൈക്കോൽ നാമ്പുകൾ നുള്ളിയെടുത്ത് ക്ഷമയോടെ മാസങ്ങൾ സമയമെടുത്താണ് ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കുന്നത്. ചെറുപ്പം മുതൽ ചിത്രകലയിൽ അഭിരുചിയുള്ള ബിജു നിരവധി ചിത്രങ്ങൾക്കാണ് ജന്മം നൽകിയിട്ടുള്ളത്. ചെറുപ്പം മുതൽ ചിത്രകലയോട് താല്പര്യമുള്ള ബിജു 18ാമത്തെ വയസ്സു മുതലാണ് ചിത്രകലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഡാവിഞ്ചി, പിക്കാസോ, രവിവർമ്മ എന്നിവരോട് തോന്നിയ ആരാധന ബിജുവിനെ ചിത്രകല പഠിക്കുവാൻ പ്രേരിപ്പിച്ചു. എറണാകുളം ജില്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ചിത്രകലാ പഠനം പൂർത്തിയാക്കി തിരികെ എത്തിയ ബിജുവിന് വൈക്കോൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചിത്രം സമ്മാനമായി ലഭിച്ചു. അതേ രീതിയിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനായി പിന്നീടുള്ള ശ്രമം. ആദ്യം ചെറിയ ചിത്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയ ബിജു പിന്നീട് മാസങ്ങളോളം സമയമെടുത്ത് വലിയ ചിത്രങ്ങൾ രൂപപ്പെടുത്തുവാൻ ആരംഭിച്ചു. ഉണങ്ങിയ ഓലകൾ ഉപയോഗിച്ചും ബിജു ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. തിളക്കമുള്ള വൈക്കോൽ തെരഞ്ഞെടുത്ത് നന്നായി ഉണങ്ങിയ ശേഷം ചെറുനാമ്പുകളായി നുള്ളിയെടുത്ത് പശ ഉപയോഗിച്ച് പതിപ്പിച്ചാണ് ചിത്രങ്ങൾ തയ്യാറാക്കുന്നത്. കാഴ്ചയ്ക്ക് മങ്ങൽ ഏറ്റതോടെ വൈക്കോൽ ചിത്രകല പൂർണ്ണമായും ബിജു ഉപേക്ഷിച്ചു. പൂർത്തീകരിച്ച ചിത്രങ്ങൾക്ക് മോഹവില ലഭിച്ചിട്ടും വിൽക്കുവാനും ബിജു തയ്യാറായില്ല. മെയിനായിട്ട് കച്ചി വർക്ക് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടായി. പിന്നീട് പേപ്പർ പെയിൻറ്, അക്രലിക്, പോസ്റ്റർ കളർ ഒക്കെ വെച്ചിട്ട് വാട്ടർ കളർ ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. അധികം ആ ലെവലിലേക്ക് ചിന്തിച്ചിട്ടില്ല. ഞാൻ മെയിനായിട്ട് ഈ വെഡിങ് ആൽബത്തിൻ്റെ ഡിസൈനിങ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൃഷി ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നാൽ പകർന്നു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ പെയിന്റിംഗ് തുടങ്ങിയ ചിത്രകലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നിലവിൽ ബിജു. ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് ബിജുവിന്റെ തൂലികയിൽ പിറവിയെടുത്തത്. ആരാധനാലയങ്ങളുടെയും വിവിധ ബിസിനസ് സ്ഥാപനങ്ങളുടെയെല്ലാം ചുവരുകൾ ചിത്രങ്ങളാൽ അലങ്കരിക്കുന്നതിന് ബിജുവിനെ തേടിയെത്തുന്നവർ നിരവധിയാണ്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഇടുക്കിയിലെ കാർഷിക മേഖല കരകയറാൻ പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുകയാണ്. ഏറെ വിപണി സാധ്യതയും ന്യായമായ വിലയും ലഭിക്കുന്ന റംബൂട്ടാൻ കൃഷിയും ഇടുക്കിയിൽ വ്യാപകമാകുന്നു. റബ്ബറിന് വില കിട്ടാതായതോടെ 3 ഏക്കർ വരുന്ന സ്ഥലത്തെ റബ്ബർ വെട്ടി നീക്കി റംബൂട്ടാൻ കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് താഴത്തെ വീട്ടിലെ ബാബു ജോസ്. വിലയിടിവും ഉൽപാദനക്കുറവും മൂലം നട്ടം തിരിയുന്ന ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ പുതുവഴികൾ തേടുകയാണ്. വിപണി സാധ്യതയും ചെലവ് കുറഞ്ഞതുമായ പല കൃഷികളും ഇതിനോടകം ഇടുക്കിയിലെത്തിക്കഴിഞ്ഞു. അതിലൊന്നാണ് റംബൂട്ടാൻ. വീട്ടുമുറ്റത്ത് 1-2 റംബൂട്ടാൻ നട്ടു വളർത്തുന്നവർ ഇടുക്കിയിലുണ്ടെങ്കിലും ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ഇറക്കിയിരിക്കുന്നവർ ചുരുക്കമാണ്. എന്നാൽ റംബൂട്ടാന്റെ വിപണി സാധ്യത കണ്ടെത്തി പൊന്മുടിയിൽ 3 ഏക്കറോളം സ്ഥലത്താണ് തൊടുപുഴ നാഗപ്പുഴ സ്വദേശിയായ ബാബു ജോസ് റംബൂട്ടാൻ കൃഷി ഇറക്കിയിരിക്കുന്നു. ഇവിടെ മുൻപ് റബ്ബർ മരങ്ങളായിരുന്നു. എന്നാൽ റബ്ബറിന് വിലയിടിഞ്ഞ് ടാപ്പിംഗ് കൂലി പോലും മുതലാകാതെ വന്ന സാഹചര്യത്തിലാണ് മറ്റൊരു കൃഷിയിലേക്ക് തിരിയാൻ തീരുമാനിച്ചത്. പിന്നീട് റംബൂട്ടാൻ കൃഷി ആരംഭിക്കുകയായിരുന്നു. തൈവച്ച് 3 വർഷം പിന്നിട്ടതോടെ വിളവും ലഭിച്ചു തുടങ്ങി. വിപണിയിൽ മികച്ച വില ലഭിക്കുന്നതും പ്രതീക്ഷയാണെന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ റബ്ബർ വെട്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ റംബൂട്ടാൻ വെച്ചത്. ഒരു 250 റംബൂട്ടാൻ തൈ വെച്ചിട്ടുണ്ട്. ഒരു 100 അവക്കാഡോ തൈ. എന്തുകൊണ്ടാണ് ഈ റംബൂട്ടാൻ കൃഷിയിലേക്ക് വരണം എന്ന് തീരുമാനിച്ചത്? മറ്റുള്ള കൃഷിയേക്കാളും മെയിൻ്റനൻസ് കോസ്റ്റ് കുറവ് കണ്ടുകൊണ്ട് തന്നെയാണ്. പിന്നെ ഫ്രൂട്ട്സ് ആണല്ലോ, എങ്ങനെയായാലും നമുക്ക് അതിനകത്തൊരു വിപണി കണ്ടെത്താം എന്നുള്ളൊരു കണക്കുകൂട്ടലോട് കൂടി തന്നെയാണ് ഇവിടെ നമ്മൾ റംബൂട്ടാൻ വയ്ക്കാനുള്ളൊരു കാരണം. നമ്മൾ വെക്കുന്ന സമയത്തൊക്കെ റംബൂട്ടാനൊക്കെ നല്ല വിപണി ഉണ്ടായിരുന്നു, നല്ല വില ഉണ്ടായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ലാത്ത വിലയുണ്ട് റംബൂട്ടാൻ.
ഏത് കൃഷി ആരംഭിച്ചാലും പരിപാലന ചെലവ് കൂടുതലാണ്. എന്നാൽ റംബുട്ടാൻ കൃഷിക്ക് പരിപാലന ചെലവ് വളരെ കുറവാണ്. മികച്ച വില ലഭിക്കുന്നതും റംബുട്ടാൻ കൃഷി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നാണ് ബാബു ജോസിന്റെ അഭിപ്രായം. റംബുട്ടാനോടൊപ്പം അവക്കാഡോ, പേരയ്ക്ക, ഞാവൽ തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ബാബു ജോസ് നട്ടു പരിപാലിക്കുന്നുണ്ട്. ഫലവൃക്ഷങ്ങളുടെ കൃഷിയിൽ വിനോദസഞ്ചാരത്തിന്റെ സാധ്യത കൂടി പ്രയോജനപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. കട്ടപ്പന സരസ്വതി വിദ്യാപീഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കുമാരി പൂജ നടത്തിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. സ്കൂൾ ചെയർമാൻ ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതേക്കുറിച്ചൊരു റിപ്പോർട്ട്. നവരാത്രി ദിനത്തിന്റെ 1-ാം ദിവസമായ തിങ്കളാഴ്ച 3 വയസ്സുള്ള പെൺകുട്ടിയെ ദേവീ സങ്കല്പത്തിൽ അണിയിച്ചൊരുക്കി കുട്ടികളുടെ നേതൃത്വത്തിൽ കുമാരി പൂജ നടത്തിയാണ് ആഘോഷങ്ങൾക്ക് സ്കൂളിൽ തുടക്കമിട്ടത്. നവരാത്രി ദിവസങ്ങളിൽ തുടർന്നും 3 മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികളെ ദേവിയായി അണിയിച്ചൊരുക്കി കുമാരി പൂജ നടത്തും. ഒക്ടോബർ 2 ഞായറാഴ്ച വൈകിട്ട് 6:30 സ്കൂളിൽ പൂജവയ്പ് കർമ്മങ്ങൾ നിശാന്ത് ശാന്തിയുടെ നേതൃത്വത്തിൽ നടക്കും. ഒക്ടോബർ 5 വിജയദശമി ദിനത്തിൽ രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. സ്കൂളിൽ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ആത്രശ്ശേരി രാമൻ നമ്പൂതിരി കുരുന്നുകളെ ഹരിശ്രീ എഴുതിക്കും. അന്ന ദിവസം വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടത്തും. സ്കൂൾ ചെയർമാൻ ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ എവിടെയൊക്കെ ഭാരതീയരുണ്ടോ അവിടെയെല്ലാം നടക്കുന്ന ഒരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ് നവരാത്രി ആഘോഷം. കേരളത്തിൽ അത് ഭൂരിവെപ്പ് അല്ലെങ്കിൽ വിദ്യാരംഭം എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അന്ന് ഏറ്റവും പുതിയ കുട്ടികൾ, കുട്ടികൾ 2-3 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ അവരുടെ നാവിലെ അക്ഷരം കുറിക്കുക എന്ന നിലയിലാണ്, അതിനുള്ളൊരു ദിവസം എന്ന നിലയിലാണ് നമ്മൾ നടത്തിയത്. പക്ഷേ 9 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ആഘോഷമാണ് ഭാരതത്തിലെമ്പാടും നടക്കുന്നത്. കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് അറിയാം 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ 3 ദിവസം നമുക്ക് നമ്മുടെ വിശ്വാസയുടെ ശക്തി ആരാധനയാണ്. നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? ശക്തി വേണം. എന്ത് ശക്തി? നമുക്ക് കായിക ശക്തി വേണം, ആരോഗ്യ ശക്തി വേണം. കായികമായിട്ട് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യം വേണം. അങ്ങനെ ഭൗതികവും ആത്മീയവും ആയിട്ടുള്ള എല്ലാ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെ ഈ ആഘോഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മറ്റെല്ലാ ആഘോഷങ്ങളിലും വ്യത്യസ്തമാണ്. വിജയദശമി ദിനത്തിൽ കുരുന്നുകളെ ആദ്യാക്ഷരം കുറിപ്പിക്കുന്നതിനായി രജിസ്ട്രേഷൻ നടപടികൾ സ്കൂൾ ഓഫീസിൽ ആരംഭിച്ചിരിക്കുന്നു. വിദ്യാനികേതൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിത് കെ മുരളീധരൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ റാണിമോൾ കെ നായർ, ശിശുവാടിക പ്രമുഖ് ജയ KR, സ്കൂൾ പ്രധാനമന്ത്രി സംഗീത് സാബു, ഉപപ്രധാനമന്ത്രി കുമാരി കൃഷ്ണേന്ദു പ്രസാദ്, സ്കൂൾ അധ്യാപകർ, അനധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ചികിത്സാ പിഴവ് കാരണം വൃക്കയുടെ പ്രവർത്തനം നഷ്ടമായ യുവതി കാരുണ്യം തേടുന്നു. കട്ടപ്പന സാഗര ജംഗ്ഷനിൽ വാടക വീട്ടിൽ കഴിയുന്ന സിന്ധുവാണ് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. മനോജ് മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. 20 വർഷം മുൻപ് വയറ്റിലുണ്ടായ മുഴയെ തുടർന്ന് സിന്ധു കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിലൂടെ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരികയും ഇതിനിടെ ഉണ്ടായ പിഴവിനെ തുടർന്ന് വൃക്കയുടെ വാൽവിന് തകരാർ സംഭവിച്ചതുമാണ് സിന്ധുവിന്റെ ആരോഗ്യശേഷി ഈ നിലയിലെത്തുവാൻ കാരണം. താങ്ങും തണലുമാകേണ്ടിരുന്ന ഭർത്താവ് യാതൊരു ദയയും കാണിക്കാതെ ഉപേക്ഷിച്ചു പോയതും സിന്ധുവിനെ തളർത്തി. അന്ന് നടത്തിയ ശസ്ത്രക്രിയ കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് വൃക്കയുടെ പ്രവർത്തനം തകരാറിലായത് സിന്ധു അറിഞ്ഞത്. ഇടയ്ക്കിടെയുണ്ടായ കഠിന വേദന കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇത് വ്യക്തമാകുകയായിരുന്നു. ഇതിനുശേഷം ഹോം നഴ്സായി ജോലിക്ക് പോയെങ്കിലും 8 മാസം മുൻപ് ആരോഗ്യസ്ഥിതി മോശമായി. മൂത്രതടസ്സം നേരിടാൻ തുടങ്ങിയതോടെ ശരീരമാകെ നീർക്കെട്ട് കയറി നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് സിന്ധു.
വയോധികരായ മാതാപിതാക്കൾ തിയേറ്ററിൽ തൂപ്പുജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ പണം മാത്രമാണ് ഏക ആശ്രയം. ഈ സമയം സഹോദരി വിലാസിനിയാണ് സഹായിയായി ഒപ്പമുള്ളത്. തകരാറിലായ വൃക്ക നീക്കം ചെയ്യുന്നതിനായി ചൊവ്വാഴ്ച പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുവാൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയാണ് ചിലവ്. ഇവരുടെ കയ്യിൽ ഉള്ളതാകട്ടെ വെറും 3500 രൂപ മാത്രം. സ്വന്തമായ സ്വത്തുക്കൾ ഒന്നുമില്ലാത്ത സിന്ധുവിന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ സന്മനസ്സുള്ളവരുടെ സഹായം അനിവാര്യമാണ്. ഇതിന് കിഡ്നിക്ക് ഒരു പ്രശ്നം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഞങ്ങൾ കോട്ടയത്തൊക്കെ പോയി. കോട്ടയത്ത് പോയിട്ട് അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് ഞങ്ങൾ പാലാ മെഡിക്കൽ സെറ്റിൽ ചെന്ന് ചോദിച്ചപ്പം അവിടെ ചെയ്യാം എന്ന് അവർ പറഞ്ഞുകൊണ്ട് 2 ലക്ഷം രൂപയെ അടുത്താകും ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ ചൊവ്വാഴ്ച ചെന്ന് അഡ്മിറ്റ് ആകാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പൈസ ഞങ്ങൾക്ക് ഉണ്ടായാലേ ഞങ്ങൾക്ക് പോയാലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെള്ളിയാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു പോരാനായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നവർ ഞങ്ങളെ സഹായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവർ SBI കട്ടപ്പന ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 675050672003. IFSC കോഡ് SBIN 00706998. ഗൂഗിൾ പേ നമ്പർ 9539727053. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ മധ്യവയസ്കയോട് മോശമായി പെരുമാറിയ അറ്റൻഡറെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ അറ്റൻഡർ കോതമംഗലം പുതുപ്പാടി പുണച്ചിൽ വീട്ടിൽ പൗലോസാണ് അറസ്റ്റിലായത്. ചികിത്സ തേടിയെത്തിയ മധ്യവയസ്കയോട് മോശമായി പെരുമാറിയ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ അറ്റൻഡർ കോതമംഗലം പുതുപ്പാടി പുണച്ചിൽ വീട്ടിൽ പൗലോസ് അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൈക്ക് പൊട്ടലേറ്റതിനെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ വീട്ടമ്മയ്ക്ക് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയയ്ക്കായി ഓപ്പറേഷൻ ടേബിളിൽ എത്തിച്ചപ്പോൾ മറ്റുള്ള ജീവനക്കാർ മാറിയ സമയത്താണ് ഇയാൾ മോശമായി പെരുമാറിയത്. ഇതു സംബന്ധിച്ച് പരാതിയെ തുടർന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇല്ലിത്തോട് ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും PTA-ക്കുമായി വെവ്വേറെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്ലാസ് ഹെഡ് മിസ്റ്റേഴ്സ് ലിജി വി പോൾ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കൾക്കായി പേരന്റിംഗ് ഒരു കല എന്ന വിഷയത്തിൽ നടത്തിയ ക്ലാസ് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഇല്ലിത്തോട് ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും PTA-ക്കുമായി വെവ്വേറെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. രാവിലെ ലഹരിയും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്ലാസ് ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ ഉദ്ഘാടനം ചെയ്തു. ക്ലാസ്സിന് ശേഷം വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഉച്ചകഴിഞ്ഞ് മാതാപിതാക്കൾക്കായി പേരന്റിംഗ് ഒരു കല എന്ന വിഷയത്തിൽ നടത്തിയ ക്ലാസ് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VP പ്രവീൺ അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷണൽ ട്രെയിനർ ജോൺസൺ കറുകപ്പള്ളിയാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ അവന് കുട്ടികളിലേക്ക് കൊടുക്കുന്ന അവന് ലോക്കൽ ഏജന്റായി മാറി. തരുന്നത് ആരാണെന്ന് അവനറിയില്ല. അവന് തരുന്നവന് പോലും അവന് തരുന്ന ആരാണെന്ന് അറിയില്ല. കൊടുക്കുന്ന ആളുകൾ പറയും, അല്ലേ, ഇന്ന് നിങ്ങൾക്കറിയുമോ ട്രെയിനുകളിൽ നിന്നും അനേകം ബംഗാളികള്, ഒറീസക്കാര്, അന്യ സംസ്ഥാന തൊഴിലാളികൾ നിലംപ്രതി കേരളത്തിലേക്ക് ഒഴുകിയെത്തുക. ഇവര് പോയിട്ട് വരുന്നതിന്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല. എന്താ കാരണം? എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പലരുടെയും കൈകളിൽ നിന്നും ഇത്തരം കഞ്ചാവ് സാധനങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. ഏറ്റവും നല്ല മാർക്കറ്റാണ് കേരളം എന്ന് പറയുന്നത്. ധാരാളം കുട്ടികൾ ഇവിടെ വിദ്യാഭ്യാസം നടത്തുന്നു, അവർക്കൊക്കെ ഇത് കൊടുക്കുന്നു. പോലീസ് പിടിക്കില്ല, കഞ്ചാവ് പിടിച്ചാൽ അല്ലേ കാണാൻ അറിയാൻ പറ്റുമോ? മണമില്ല, അല്ലെങ്കിൽ അതിന് ലഹരി എന്ന് പറയുന്നത് വഹിക്കാതെ പോയി പിടിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ കുട്ടികൾ ധാരാളം വഹിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ, തൊടുപുഴയിൽ ഒരു വലിയ ഭർത്താവിനെ പിടിച്ചിട്ട് ഒരു ഭാര്യ കിടന്ന് കരയുന്ന രംഗം നമ്മൾ കണ്ടില്ലേ? അമ്മയെ അമ്മയെ എന്ന് പറഞ്ഞ് വിളിച്ച് കരയുന്ന സ്വന്തം മകനെ എന്താണ് ഏതെങ്കിലും കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് പോയിട്ട് അവനെ കാണാൻ പറ്റാത്തൊരു വിഷമത്തിൽ കരഞ്ഞതല്ല സ്ത്രീ. ആ സ്ത്രീയുടെ ഭാഗ്യത്തിൽ നിന്നും എന്താണ് MDMA എന്ന് പറയുന്ന മയക്കുമരുന്ന് പിടിച്ചതിന്റെ പേരിൽ കരയുന്നതാണ്. നോർത്തു നോക്കണം. ആ കരച്ചിൽ കേരളത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ പതിയണം. നമ്മുടെ മകനോ മകളോ ഇത്തരത്തിലൊരു ഗതികേടിലേക്ക് നമ്മൾ ചെല്ലപ്പെട്ടരുത്. അറിവിനേക്കാളേറെ മക്കൾക്ക് തിരിച്ചറിവ് നൽകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം തന്റെ ക്ലാസ്സിൽ വ്യക്തമാക്കി. അധ്യാപകരായ ബിന്ദു KK, ആൻസി ജോസഫ്, റീന വർഗീസ്, ശ്രുതി വിജയൻ, രമ്യ നന്ദനൻ, സീന MA, ബിനു PG, SMC ചെയർമാൻ സുരേഷ് KT, PTA വൈസ് പ്രസിഡന്റ് സജയ്, MBTA പ്രസിഡന്റ് ദിവ്യ സാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോട്ടയം ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും മാർമല അരുവിയും ബന്ധിപ്പിച്ച്
ഗ്രീൻ ടൂറിസം സർക്യൂട്ട് വികസിപ്പിക്കുന്നതിനായുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജോസ് കെ മാണി എംപിയും തോമസ് ചാഴികാടൻ എംപിയും പറഞ്ഞു. 3 സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരുന്നതിനായുള്ള റോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു. മനോജ് മേലുകാവ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോട്ടയം ജില്ലയിലെ പ്രകൃതി രമണീയമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും മാർമല അരുവിയും ബന്ധിപ്പിച്ച് ഗ്രീൻ ടൂറിസം സർക്യൂട്ട് വികസിപ്പിക്കുന്നതിനായുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജോസ് കെ മാണി എംപിയും തോമസ് ചാഴികാടൻ എംപിയും പറഞ്ഞു. 3 സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരുന്നതിനായുള്ള റോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ പ്രദേശങ്ങളിൽ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വികസിപ്പിക്കുമെന്ന് അവർ അറിയിച്ചു. മനോഹരമായ ഒരു പ്രദേശം, പാലാ മണ്ഡലത്തിലെ മലയോര പ്രദേശമായ ഈ ഇല്ലിക്കല്ലിലേക്ക് ആണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രോജക്റ്റ് തന്നെ ഇത് നാട്ടുകാർക്ക് അല്ലെ തൊട്ടടുത്തുള്ളവർക്ക് അറിയാമെന്നതിനപ്പുറം ഇത് ലോങ് കണ്ടിട്ടില്ലായിരുന്നു. ഒരു വെർജിൻ സ്ഥലമായിരുന്നു. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റുവാൻ കഴിഞ്ഞത് മനസ്സാർ ഉണ്ടായിരുന്നപ്പോൾ ഗ്രീൻ ടൂറിസം, ഹരിത ടൂറിസം എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി നമുക്ക് ഇല്ലിക്കല്ലും ഇലവീഴ പൂഞ്ചിറയും അയ്യമ്പാറയും അതുപോലെ മാർമല അരുവിയും ഇതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റിയത്. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള നമ്മുടെ റോഡുകൾ നമുക്ക് നവീകരിച്ചു. ഇത് നവീകരിച്ചത് ഇവിടെ കാണുന്ന ബോർഡ് കാണുന്നത് പോലെ കേന്ദ്ര പദ്ധതിപ്പെടുത്തി, പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിപ്പെടുത്തിയാണ് ഈ റോഡ് ഇപ്പം നവീകരിച്ചിരിക്കുന്നത്. ഇതിനുള്ളൊരു പ്രത്യേകത, നമുക്ക് ഇത് ഏതാണ്ട് 368 ലക്ഷം രൂപ മുടക്കി 3 കിലോമീറ്റർ 3.39 കിലോമീറ്റേഴ്സാണ് ഇപ്പം നവീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും നമുക്ക് ഇതിൻ്റെ ഷോൾഡേഴ്സ്, നമുക്ക് ഈ പറയുന്ന ടാറിൻ്റെ സൈഡിലെ കോൺക്രീറ്റ്, നമ്മുടെ സിമെൻറ്റ് കോൺക്രീറ്റ് ഷോൾഡർ വർക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ അത് വർക്കിൻ്റെ കൂടെ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്തതിൻ്റെ കാരണം നമുക്ക് കുത്തനെ വെള്ള ഒഴുക്ക് കാണും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഡാമേജ്ഡായി പോകാതിരിക്കാനാണ് ഇത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പോരാ, നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി ചിലപ്പോൾ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രീൻ ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രകൃതി നിലനിർത്തിക്കൊണ്ട് എത്രമാത്രം മനോഹരമാക്കി കൊണ്ടുപോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് പ്രധാനമായും നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട തോമസ് ചാഴികാടനും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ ടൂറിസം പദ്ധതിയിൽ പെടുത്തി വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. തീർച്ചയായും അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് പാലാ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയാണ്. ആരോഗ്യത്തിൻ്റെ ഒരു ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു ഹബ്ബാക്കി മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ റോഡുകൾ വികസനമൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, വിജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി നമ്മൾ പാലായെ മാറ്റി. പക്ഷേ ഇന്ന് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റി. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതിന് എല്ലാവരും യോജിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം നാട്ടുകാരുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ നേരുന്നു. വ്യൂ പോയിന്റുകൾ, വിശ്രമ സ്ഥലങ്ങൾ, ശുചിമുറികൾ, സ്നാക്ക് ബാറുകൾ, വിനോദ ഉപകരണങ്ങൾ എന്നിവയും സ്ഥാപിക്കേണ്ടതുണ്ട്. ജോസ് കെ മാണി എംപിയുടെ ശ്രമഫലമായി കേന്ദ്ര പദ്ധതിയായ PMGSYയിൽ ഉൾപ്പെടുത്തി 309 ലക്ഷം രൂപ ചെലവഴിച്ച് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന ടൂറിസ്റ്റ് കേന്ദ്രമായ ഇല്ലിക്കൽ കല്ലിലേക്ക് നിർമ്മിച്ച റോഡ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ആഭ്യന്തര ടൂറിസം വികസനത്തിന് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് എംപിമാർ അറിയിച്ചു. റോഡ് പൂർത്തിയായതിനു ശേഷം ആദ്യമായി ഇവിടെ എത്തിയ എംപിമാർക്ക് നാട്ടുകാർ ഹൃദ്യമായ വരവേൽപ്പാണ് നൽകിയത്. ഇവിടെ നടപ്പാക്കേണ്ട സൗകര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്തു. നിർദ്ദേശങ്ങൾ ടൂറിസം വകുപ്പിന് ഉടൻ കൈമാറുമെന്ന് ഇവർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി, പ്രൊഫസർ ലോപ്പസ് മാത്യു, ടോബിൻ കെ അലക്സ്, അഡ്വക്കേറ്റ് ബിജു ഇളംതുരുത്തിയിൽ, സലിം യാക്കിരി, ജോണി ആലാനി, വത്സമ്മ ഗോപിനാഥ് എന്നിവർക്കൊപ്പമാണ് സ്ഥലം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, മേലുകാവ്. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചും കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലും ലയൺസ് ക്ലബ് കോതമംഗലം ഗ്രേറ്ററും സംയുക്തമായി കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അഭയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ VR മണി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ അരുൺ വലിയ താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയും കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയും ലയൺസ് ക്ലബ് കോതമംഗലം ഗ്രേറ്ററും സംയുക്തമായി കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോതമംഗലം ധർമ്മഗിരി ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അഭയ MSJ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ VR മണി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ അരുൺ വലിയ താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മൾ ഒരുക്കിയിരിക്കുന്ന സാഹചര്യങ്ങൾ അതിന്റെ പരമാവധിയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. ബാക്കി ഉള്ളവരെ കൂടി വിവരം അറിയിച്ച് ഈ ഒരു സഹായം ബാക്കിയുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം ഇത്രയും മനോഹരമായിട്ട് ഒരുക്കുന്നതിന്റെ പിന്നിൽ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മഗിരി ഹോസ്പിറ്റലിലെ എല്ലാവരെയും, പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അഭ്യാസിസ്റ്ററിനെയും കുടുംബത്തിന്റെ പേരിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാ ഡോക്ടേഴ്സിനെയും, പ്രത്യേകിച്ച് തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു ദിവസം ആകെ ഫ്രീ കിട്ടുന്ന ഒരു ദിവസം, അത് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ അവർ കാണിക്കുന്ന വലിയ മനസ്സ്. ബാക്കി ഡോക്ടേഴ്സൊക്കെ അവിടെ ജോലി തുടങ്ങി കഴിഞ്ഞു. അവരുടെ സാന്നിധ്യത്തിൽ മണി സാർ നമ്മുടെ ഒപ്പമുണ്ട്. സാറിനും പ്രത്യേകമാം വിധം ഹൃദയത്തിന്റെ ഭാഷയിൽ ഇടവ കുടുംബത്തിന്റെ പേരിൽ നന്ദിയോടെ ഓർക്കുന്നു. ജിജി പുളിക്കൽ, മാത്യൂസ് കെ.സി., ഡിംപിൾ ഷോജി, ജോൺസൺ കറുകപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ വി.ആർ. മണി നേത്രരോഗ വിഭാഗവും, ഡോക്ടർ മുനീർ പി. കരീം ജനറൽ വിഭാഗവും, ഡോക്ടർ ലിസ തോമസ് ശിശുരോഗ വിഭാഗവും, ഡോക്ടർ ഡിറായി കാർഡിയോളജിയും, ഡോക്ടർ അശ്വിൻ തങ്കച്ചൻ അസ്ഥിരോഗ വിഭാഗവും, സിസ്റ്റർ അഞ്ജിത എം.എസ്.ജെ ഹോമിയോ വിഭാഗവും ഉൾപ്പെടെ 6 വിഭാഗങ്ങളിലായിട്ടാണ് ക്യാമ്പ് നടത്തിയത്. കൂടാതെ ഷുഗർ, ബ്ലഡ് ഗ്രൂപ്പ്, ECG എന്നിവ സൗജന്യമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകി. ക്യാമ്പിനെത്തിയതിൽ തുടർ ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് സൗജന്യ നിരക്കിൽ ധർമ്മഗിരി ആശുപത്രിയിൽ വെച്ച് നൽകും. ക്യാമ്പിൽ മരുന്നും കണ്ണടയും സൗജന്യമായി നൽകി. ജോസ് കച്ചിറയിൽ, ഷിജോ ചേറായിൽ, ദേവസിക്കുട്ടി വർഗീസ്, ബീന സൈൻ, ജെറിൻ റാത്തപ്പള്ളിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റബിയുൽ അവൽ മാസം ആഗതമായതോടുകൂടി മുതലക്കോടം പഴേരി മുഹിയദ്ദീൻ ജുമാ മസ്ജിദിൽ നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് ബാഖവി പതാക ഉയർത്തി. മുതലക്കോടം നമസ്കാര പള്ളി ഇമാം അബ്ദുൽ അസീസ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് ഇമാം അബു താഹിർ ലത്തീഫി, ജമാഅത്ത് പ്രസിഡന്റ് PH സുധീർ, ജമാഅത്ത് ഭാരവാഹികളായ KB അസീസ്, PE നൌഷാദ്, PK അനസ്, PTA ഭാരവാഹികളായ PKA ലത്തീഫ്, നൌഷാദ് പഴേരി, ജമാഅത്ത് അംഗങ്ങൾ, മദ്രസ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി പഠന ക്ലാസ്, പള്ളിയിലും വീടുകളിലും മൗലൂസ് സദസ്, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, അന്നദാനം, ഘോഷയാത്ര എന്നിവയും ഉണ്ടായിരിക്കും. ഇല്ലിത്തോട് ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളുടെ മികവ് തെളിയിക്കുന്ന മത്സരങ്ങൾ സമന്വയ എന്ന പേരിൽ വിപുലമായി നടത്തി. സ്കൂൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട മത്സരങ്ങൾ ക്യാപ്റ്റന്മാർക്ക് കൊടികൾ കൈമാറി ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ ഉദ്ഘാടനം ചെയ്തു. പാഠ്യവിഷയത്തോടൊപ്പം മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഇതര സ്കൂളുകൾക്ക് എന്നും മാതൃകയാകാറുണ്ട് ഇല്ലിത്തോട് ഗവൺമെന്റ് UP സ്കൂൾ. വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളുടെ മികവ് തെളിയിക്കുന്ന മത്സരങ്ങൾ സമന്വയ എന്ന പേരിൽ വിപുലമായി നടത്തപ്പെട്ടു. ശാസ്ത്ര, ഗണിത, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയും കലോത്സവവും സമന്വയയിൽ ഒന്നിച്ച് മാറ്റുരച്ചു. സ്കൂൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട മത്സരങ്ങൾ ക്യാപ്റ്റന്മാർക്ക് കൊടികൾ കൈമാറി ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന ശാസ്ത്ര, ഗണിത പ്രവൃത്തി പരിചയ നിർമ്മിതികൾ കുട്ടികൾ പ്രദർശിപ്പിച്ചു. കലാരംഗത്തെ പ്രകടനങ്ങൾ മികവുറ്റതും വ്യത്യസ്തത നിറഞ്ഞതുമായിരുന്നു. വാശിയേറിയ മത്സരത്തിൽ എമറാൾഡ് 1ാം സ്ഥാനവും ടോപ്പസ് 2ാം സ്ഥാനവും സഫയർ, റൂബി എന്നിവർ യഥാക്രമം 3ഉം 4ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. അധ്യാപകരായ ബിന്ദു KK, ആൻസി ജോസഫ്, റീന വർഗീസ്, പ്രത്യുഷ K മാത്യു, ശ്രുതി വിജയൻ, രമ്യ നന്ദനൻ, സീന MA, ബിനു PG, PTA പ്രസിഡന്റ് VP പ്രവീൺ, SMC ചെയർമാൻ സുരേഷ് KT, PTA വൈസ് പ്രസിഡന്റ് സജയ് ജേക്കബ്, MBTA പ്രസിഡന്റ് ദിവ്യ സാജു എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. അടുത്തതായി ചെയ്യാൻ പോകുന്നത് മരം മുറിക്കുമ്പോഴുള്ള ശബ്ദം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പേവിഷബാധ പ്രതിരോധത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പഞ്ചായത്തിൽ വാക്സിനേഷൻ ഡ്രൈവും വളർത്തു നായകൾക്കുള്ള ലൈസൻസ് നൽകുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. വാർഡ് തലത്തിൽ നടക്കുന്ന ഡ്രൈവ് മൃഗാശുപത്രിയുടെ സഹകരണത്തോടെയാണ് പുരോഗമിക്കുന്നത്. സമീപ പഞ്ചായത്തുകളിൽ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും അടക്കം തെരുവുനായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വളർത്തുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ഡ്രൈവ് വേഗത്തിലാക്കിയത്.
വാർഡ് തലങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചാണ് വളർത്തു നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുന്നത്. തിങ്കളാഴ്ച മാത്രം 3 വാർഡുകളിലെ വളർത്തുനായ്ക്കൾക്ക് വാക്സിനേഷനും ലൈസൻസും നൽകി. രാവിലെ 10 മുതൽ 2 മണി വരെയാണ് മൃഗാശുപത്രിയുടെ സഹകരണത്തോടെ വാക്സിനേഷൻ ഡ്രൈവ് നടത്തുന്നത്. വരും ദിവസങ്ങളിലും വാക്സിൻ ലഭിക്കുന്ന മുറയ്ക്ക് വാർഡ് തലത്തിൽ വാക്സിനേഷൻ ഡ്രൈവ് നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും വെറ്റിനറി ഹോസ്പിറ്റൽ കൽത്തുട്ടിയുടെയും ആഭിമുഖ്യത്തിൽ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ പേവിഷബാധയ്ക്കെതിരെ വളർത്തുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ക്യാമ്പ് നരിയമ്പാറ മിൽമ പരിസരത്ത് നടക്കുകയാണ്. അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ, നമ്മുടെ ഗൃഹങ്ങളിലുള്ള നായ്ക്കളെ കടിച്ച് പേവിഷബാധ പകരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വാക്സിനേഷൻ ക്യാമ്പാണ് 4 വാർഡുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടെ ഇവിടെ പഞ്ചായത്തിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഈ ക്യാമ്പിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും നായ്ക്കളെ, വളർത്തുമൃഗങ്ങളെ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നടത്തുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ ഭൂവിഷയത്തിൽ CPM-ഉം CPI-യും തമ്മിലുള്ള രാഷ്ട്രീയ വാക്പോര് മുറുകുന്നു. ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാനകൾ ഓടിച്ചതിനെ തുടർന്ന് യുവാവ് പ്രാണരക്ഷാർത്ഥം ഓടി മരത്തിന് മുകളിൽ കയറി. 1.5 മണിക്കൂറോളം യുവാവ് മരത്തിന്റെ മുകളിൽ ഇരുന്ന ശേഷമാണ് കാട്ടാനകൾ പിന്തിരിഞ്ഞു പോയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രദ്ധ 2022 പ്രോഗ്രാം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെസി ജോണി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കുളമാവിന് സമീപം പ്രധാന പാതയിൽ ടാർ ഒഴുക്കിയതായി പരാതി. വെങ്ങല്ലൂർ മുനിസിപ്പൽ UP സ്കൂളിൽ രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് എടുത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.